രോഹിത്തെ, എടാ, ഈ നമ്പർ തെളിഞ്ഞു വരാതെ വരുന്ന കോളുകളൊക്കെ വിളിക്കുന്നതേ ആരാണെന്ന് അറിയാൻ എന്തോ ഒരു മാർഗം. കഴിയുന്നതും അത് എടുക്കാതിരിക്കുന്നതാ ബുദ്ധി. ഒന്നുകിൽ അത് ഏതെങ്കിലും ഇന്റർനാഷണൽ കോൾ ആയിരിക്കും, അല്ലെങ്കിൽ ഫേക്ക് കോൾ ആയിരിക്കും. ഇപ്പോ ഓൺലൈൻ തട്ടിപ്പുകൾ ഒരുപാട് വരുന്നുണ്ടല്ലോ. അല്ല, ഇവരിത് എങ്ങനെ വിളിക്കുന്നത്? ഇത് ആരാണെന്നറിയാൻ എന്തോ ഒരു മാർഗം. സത്യമ്മയ്ക്ക് അങ്ങനെ വല്ല കോളും വരാറുണ്ടോ? അല്ല, എനിക്ക് വന്നതല്ല, അങ്ങനെ വരുന്നുണ്ടോ എന്നൊന്ന് തിരക്കിയതാ. കുഞ്ഞേച്ചി പറഞ്ഞതുപോലെ സത്യമ്മയ്ക്ക് എവിടെ നിന്നൊക്കെയോ കോളുകൾ വരുന്നുണ്ട്. ഫോണ് പെട്ടെന്ന് ശരിയാക്കിച്ചതും അതുകൊണ്ട് തന്നെയാ. സത്യങ്ങൾ സത്യമ്മയെ അറിയിക്കാൻ നടക്കുന്നവർ സത്യമ്മയെ വിളിക്കുന്നുണ്ട്, തീർച്ചയാ. തട്ടിപ്പുകാർ പല വഴികളും നോക്കും. അവർക്ക് ആവശ്യം നമ്മുടെ ഇരിക്കുന്ന പണമാ. നമ്മൾ എന്താ വേണ്ടേ? പറ്റിക്കപ്പെടാതിരിക്കാൻ വേണ്ടി ശ്രമിക്കണം. ഓം നമഃ ശിവായ, ഓം നമഃ ശിവായ, ഓം നമഃ ശിവായ, ഓം നമഃ ശിവായ. ദൈവങ്ങളെ, ഓം നമഃ ശിവായ, ഓം നമഃ ശിവായ. ഓം നമഃ ശിവായ, ഓം നമഃ ശിവായ. എന്തോട് ഇതെന്ത് വേഷം? മക്കളെ, ഈ ലോകം തന്നെ ഒരു മിഥ്യയാണ്. ഇവിടെ കാണുന്നതും നമ്മൾ അനുഭവിക്കുന്നതൊന്നും തന്നെ നമുക്ക് സ്വന്തമല്ല. ഉള്ളതെല്ലാം ഇന്നല്ലെങ്കിൽ നാളെ മറ്റൊരാൾക്ക് സ്വന്തമാകേണ്ടതാണ്. ഇവൻ എന്തൊക്കെയാ പറയുന്നേ? എടാ വിഷ്ണു, എന്ത് വേഷം കേട്ടാടാ ഇത്? മാതാവേ, വിഷ്ണു അല്ല, സ്വാമി. നമ്മൾ കണ്ടതും കേട്ടതും അല്ല സത്യങ്ങൾ. അല്പം മുമ്പ് TV കണ്ട സന്യാസിയുടെ വാക്കുകൾ നമ്മെ വല്ലാണ്ടങ്ങ് ആകർഷിച്ചിരിക്കുന്നു. നമ്മുടെ മനസ്സിനെ കീഴ്പ്പെടുത്തി.